അവർക്കല്ലേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ചോദിച്ചെടുത്ത് ഞാൻ ചോദിക്കുക, ബ്രിട്ടീഷുകാർ കരിമ്പിൻ ചണ്ടി പോലെ ചവച്ചു തുപ്പിപ്പോയൊരു രാജ്യത്തെ ഇന്ന് കാണുന്ന ഈ ലെവലിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി ഇപ്പുറത്ത് ശക്തമായി ഉണ്ട്. ഇപ്പം BJP ഭരണം, വാജ്പേയിയുടെ ഭരണം കഴിഞ്ഞ പിന്നെ ഇപ്പൊ 10 വർഷം നരേന്ദ്രമോദി ഭരണമാണ്. മോദി ഭരണത്തിൽ കാലത്തിനൊത്ത് മാറി വന്ന ഒരു നാട്, ആ നാട്ടിൽ എന്തൊക്കെയോ അദ്ദേഹം കാട്ടിക്കൂട്ടി. പിന്നെ അദ്ദേഹത്തിന്റെ കുറെ PR വർക്കുകൾ, അങ്ങനെയല്ലേ അതിനെ വിലയിരുത്തുന്നത്? ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെയല്ലേ നമ്മൾ മോദി ഭരണത്തെ വിലയിരുത്തേണ്ടത്? 1996 ആശിഷ് നന്ദി എന്ന സൈക്കോളജിസ്റ്റ് വളർന്നു വരുന്ന പൊളിറ്റീഷ്യനുകൾക്കിടയിൽ ഗവേഷണത്തിന്റെ ഭാഗമായി ഒരു ഇന്റർവ്യൂ ചെയ്യുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെയും അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തു. അദ്ദേഹം ഞെട്ടിപ്പോയി. ഈ നരേന്ദ്രമോദിയുടെ മനോനില കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഞെട്ടിപ്പോയത്? നമുക്ക് മോദിയുടെ മനോനില ഒന്ന് വിലയിരുത്തി നോക്കാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, അപ്പോൾ കാണുക. മൊത്തമായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. കുറച്ച് പേരെങ്കിലും അറിയട്ടെ എന്താണ് മോദി എന്നത്. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് മോദി എങ്ങനെയാണ് ഇത്രയും ഫേമസ് ആയത്, വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി മോദിയെക്കുറിച്ച് പ്രചരിക്കുന്നത് എന്നൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇന്ന് മോദിയുടെ മനോനിലയെക്കുറിച്ചും യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചും നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം. മോദി പഠിച്ചിരുന്ന ഭാഗവതാചാര്യ നാരായണാചാര്യ ഹൈസ്കൂളിലെ മാഷ് പ്രഹ്ലാദ് പട്ടേൽ പറഞ്ഞത് അദ്ദേഹം ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനായ നീലാഞ്ജൻ മുഖോപാധ്യായും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 8 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം RSS ശാഖയിൽ ചേർന്നിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ സഹപാഠി സുധീർ ജോഷി പറഞ്ഞത് ഇദ്ദേഹം സ്കൂൾ വിട്ടാൽ നേരെ പോകുന്നത് RSS ശാഖയിലേക്കാണ്. സ്കൂൾ കാലത്ത് നടത്തിയിരുന്ന നാടകങ്ങളിലൊക്കെ അഭിനയിക്കാൻ മോദിക്ക് വളരെ ഏറെ താല്പര്യമായിരുന്നു. പക്ഷേ ആശ്ചര്യമെന്ന് പറയട്ടെ, മോദിക്ക് മെയിൻ റോൾ കിട്ടിയില്ലെങ്കിൽ മോദി അഭിനയിക്കില്ലായിരുന്നു. മെയിൻ റോളായിരുന്നു മോദിക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. ക്ലാസ്സിലെ ലീഡർ, എന്തിനും മുൻപന്തിയിൽ നിൽക്കുക, ഇതൊക്കെയായിരുന്നു മോദിക്ക് വേണ്ടിയിരുന്നത്. ചെറുപ്പത്തിലെ തന്നെ എല്ലാവരും തൻ്റെ താഴേക്കിടയിൽ വരണമെന്ന് മോദി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മോദിക്ക് ഇങ്ങനെയുള്ള ചിന്താഗതികളും വന്നിരുന്നത്. മുഖോപാധ്യായയുടെ മോദിയുടെ ജീവചരിത്രം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. 1972 22 വയസ്സിൽ അദ്ദേഹം RSS പ്രചാരകനായി. പിന്നീട് 15 വർഷങ്ങൾക്ക് ശേഷം മോദി BJPയിലേക്ക് എത്തി. മോദിയെ എല്ലാവരും നല്ലൊരു സംഘാടകനായിട്ടാണ് കണ്ടിരുന്നത്. 1990 രാംരഥയാത്രയിൽ മോദിജി ഗുജറാത്ത് BJPയിൽ സജീവമായി ഉണ്ടായതും ഈ യാത്രയുടെ ഗുജറാത്ത് എഡിഷനിൽ മോദി നല്ലൊരു റോൾ വഹിച്ചതും ND മറീനോ എഴുതിയ രാഷ്ട്രീയ ജീവചരിത്രത്തിൽ പറയുന്നു. 1995 അദ്ദേഹത്തെ BJPയുടെ ദേശീയ സെക്രട്ടറിയായി നിയോഗിച്ചു. ൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദിയെ തെരഞ്ഞെടുക്കുന്നു. 2002 ഗുജറാത്ത് കലാപം നടക്കുന്നു. അതോടനുബന്ധിച്ച് മോദിയുടെ മേൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ എന്തുണ്ടാകുന്നു എന്ന് വെച്ചാൽ മോദിക്ക് പൂർണ്ണമായും ക്ലീൻ ചീറ്റ് ലഭിക്കുന്നു. അപ്പോൾ മുതലാണ് ഒരു വർഗീയ മോദിയുടെ ബ്രാൻഡിംഗ് ആരംഭിക്കുന്നത്. കടുത്ത ഹിന്ദുവായ മോദി മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന് നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കും. പക്ഷേ ചിലരെങ്കിലും അദ്ദേഹം മതേതര മനുഷ്യനാണെന്ന് കരുതും. പക്ഷേ ചിലർ വിചാരിക്കുന്നത് മോദി എല്ലാവരുടെയും വളർച്ച ആഗ്രഹിക്കുന്ന ഒരാളാണെന്നാണ്. പക്ഷേ നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെട്ടാലും ഒരു പ്രശ്നവുമില്ല. കാരണം ഇനി പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണ് തള്ളും. പ്രസംഗങ്ങളിൽ ഇറച്ചിയെയും മീനിനെയും കുറിച്ച് ഒച്ച വെക്കാറുണ്ട് മോദി. പക്ഷേ അതേസമയം ഹലാൽ ബീഫ് കമ്പനികളിൽ നിന്ന് ഇലക്ടറൽ ബോണ്ട് വഴി സംഭാവന കൈപ്പറ്റുന്നു.
ഒരു അഴിമതിയും അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇതുവരെ തെളിഞ്ഞിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തെ ജയിലിലടക്കുന്നു? അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കാം. अभी 3 राज्यों के चुनाव हुए, नागालैंड, त्रिपुरा, मेघालय। 2 राज्यों में बीजेपी जीत गई, तीसरे में भी गठबंधन की उनकी सरकार बन गई। शाम को प्रधानमंत्री जी दिल्ली में अपने पार्टी हेडक्वार्टर में गए भाषण देने के लिए, विक्ट्री सेलिब्रेशन के लिए। उन तीनों राज्यों में नागालैंड, मेघालय, त्रिपुरा आम आदमी पार्टी नहीं लड़ी। प्रधानमंत्री जी अपने भाषण में आम आदमी पार्टी का जिक्र कर रहे थे। डर लग रहा है मोदी जी को। कहते हैं ये कट्टर ईमानदार लोगों से बच के रहना। बिल्कुल मोदी जी बच के रहना इन कट्टर ईमानदार लोगों से, बड़े खतरनाक लोग हैं। ഒരു ഇന്റർവ്യൂവിൽ മോദിയോട് ചോദിക്കുന്നു, താങ്കൾക്കെതിരെ വന്ന ഏറ്റവും വലിയ ആരോപണങ്ങൾ ഏതൊക്കെയാണെന്ന്. മോദി പറയുന്നത് കേൾക്കുക. गुजरात कांग्रेस के नेताओं ने मुझ पर आरोप लगाया कि मोदी के पास 250 पैर कपड़े हैं। तो उसी दिन मेरी एक पब्लिक मीटिंग थी तो मैं पब्लिक मीटिंग में मैंने बोला, चलो मान लीजिए, मैं तो कहता हूँ, मैं पब्लिकली कहता हूँ कि भाई ठीक है, चलो उन्होंने कहा तो मान लेता हूँ मेरे पास 250 पैर कपड़े हैं। മോദിക്ക് എതിരെ വന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് വെച്ചാൽ ഗുജറാത്ത് ആരോപണമാണ്. ഗുജറാത്ത് നടന്ന കലാപത്തിന്റെ ആരോപണമാണ്. പക്ഷെ ഇയാൾ പറയുന്നത് ഡ്രസ്സ് എടുത്തതിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഗംഗാപുത്രനായ സ്വാമി ഗംഗാസാരംഗ് ഗംഗാ നദി വൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് മോദിക്ക് 3 കത്തുകൾ എഴുതുന്നു. മോദിയുടെ ഓഫീസിൽ അത് ലഭിച്ചുവെന്ന് വിവരാവകാശ നിയമപ്രകാരം മനസ്സിലാക്കുന്നു. പക്ഷേ ഈ കത്തുകൾക്കൊന്നും മറുപടി കിട്ടിയില്ല. 111 ദിവസം നിരാഹാരം കിടന്ന് സ്വാമി സമാധിയായി. ഹിന്ദുക്കളുടെ ഉന്നമനത്തിനു വേണ്ടി വാദോരാതെ സംസാരിക്കുന്ന മോദി, ഹിന്ദു സന്യാസിമാരെ ഏതു വിധേനയും സംരക്ഷിക്കുമെന്ന് പറയുന്ന മോദി എന്തുകൊണ്ട് ഇദ്ദേഹത്തെ അവഗണിച്ചു? ആത്മഹത്യ ചെയ്യുന്ന കർഷകരിൽ എന്താ ഹിന്ദുക്കളില്ലേ? ഹിന്ദു സംരക്ഷണത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന മോദി എന്തുകൊണ്ട് ഇത് കാണുന്നില്ല? എന്റെ ചോദ്യം മോദി ഹിന്ദുത്വവാദിയാണെന്ന് പറയുന്നവരോടാണ്. മുന്നേ പറഞ്ഞ കാറ്റഗറികളിൽ ആദ്യത്തേത്. ഹിന്ദുക്കൾക്ക് വേണ്ടി മോദി എന്തു ചെയ്തു? പ്രജോത് ദേവണ്ണയുടെ വീഡിയോയിൽ 2000-ലധികം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മോദി എന്തു ചെയ്തു? സ്ത്രീകളുടെ സംരക്ഷണത്തിനും സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതിനെ കുറിച്ചും വാദോരാതെ സംസാരിക്കുന്ന മോദി ഇതിനു വേണ്ടി എന്തു ചെയ്തു? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. वो कितना भी बड़ा क्यों ना हो, अगर वो महिलाओं के सम्मान के साथ खिलवाड़ करता है तो उसे बख्शा नहीं जाना चाहिए. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഗുസ്തി താരങ്ങളെ അപമാനിച്ച ബ്രിജ്ഭൂഷൺ. ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പ്രജ്വൽ ദേവണ്ണയ്ക്ക് വേണ്ടി മോദി പ്രചാരണത്തിന് ഇറങ്ങുന്നു. ബ്രിജ്ഭൂഷന്റെ മകന് ടിക്കറ്റും നൽകി വോട്ടും ചോദിച്ച് നടക്കുന്നു. ഇവിടെ എന്തു നീതിയാണ് നടപ്പിലാകുന്നത്? മോദി എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടം ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ആൾക്കാരുണ്ട്. ഇവർക്ക് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല. മറിച്ച് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി കിട്ടിയാൽ മാത്രം മതി ഇക്കൂട്ടർക്ക്. തങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ സുരക്ഷിതരാണോ, മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊന്നും അവരുടെ ശ്രദ്ധയിൽ ഇല്ല. ഇവരെ കയ്യിലെടുക്കാൻ മോദി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി മുസ്ലിങ്ങൾക്കെതിരെ പബ്ലിക്കായി സംസാരിച്ചു കൊണ്ടിരിക്കും. താനൊരു പ്രധാനമന്ത്രിയാണെന്നും ഈ സ്ഥാനത്തിന് വലിയൊരു ബഹുമാനമുണ്ടെന്നും എന്ന ചിന്തയൊന്നും മോദിക്കില്ല. രാജസ്ഥാനിൽ മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് പടർത്തിയിട്ട് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. പക്ഷേ ബീഹാറിൽ സ്ഥിതി മറ്റൊന്നായിരുന്നു. മതത്തിന്റെ പേരിൽ നാടിനെ വിഭജിക്കാൻ തന്നെ കൊണ്ടാവില്ല എന്ന് മോദി പറഞ്ഞു. അലിഗഡിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നും ചെയ്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വോട്ടുകൾക്ക് വേണ്ടി നിലപാടുകൾ മാറ്റി പ്രസ്താവിക്കുന്ന മോദിയെ നമുക്കിവിടെ കാണാം. कांग्रेस सपा जैसी पार्टियों
मुसलमानों के राजनीतिक, सामाजिक, आर्थिक उत्थान के लिए कभी कुछ नहीं किया। പിന്നീടൊരിക്കൽ അദ്ദേഹം പറഞ്ഞത് താൻ ഹിന്ദു മുസ്ലിം വ്യത്യാസം കാണുന്നില്ല എന്നാണ്. ഇനി അങ്ങനെ കാണുന്ന ഒരു ദിവസം വരികയാണെങ്കിൽ ഞാൻ ഈ നിലയിൽ തുടരാൻ അർഹനല്ല എന്നും, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ പാർട്ടിയും ഈ പൊളിറ്റിക്സും ഒക്കെ വിട്ട് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. मैं जिस दिन हिंदू मुसलमान करूंगा ना, उस दिन मैं सार्वजनिक जीवन में रहने योग्य नहीं रहूंगा. मैं हिंदू मुसलमान नहीं करूंगा. ये मेरा संकल्प है. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, മോദി മതേതരവാദിയാണോ അല്ല വർഗീയവാദിയാണോ എന്നൊക്കെ. എന്നാൽ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം എന്തും ചെയ്യും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതുവരെ പറഞ്ഞത് മോദി ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നാണ്. ഇനി മുസ്ലിങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുതരാം. മുഹമ്മദ് നബിയുടെ 99 പേരുകളിൽ ഒന്നുപോലും അക്രമത്തിൻ്റെതല്ലെന്നും ഇസ്ലാം ശാന്തിയുടെ മതമാണെന്നുമാണ് മോദി പറയുന്നത്. सारे मुस्लिम परिवारों से मेरे यहाँ खाना आ जाता था. जब मुहर्रम निकलता था हमारा कंपल्सरी होता था कि उससे नीचे से निकलो, जैसे परिक्रमा करते हैं ना मंदिर, ताजिए के नीचे से निकलो, हमें सिखाया जाता था. ഇനി ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും കാര്യം മാത്രമല്ല, സിഖുകാരുടെ കാര്യത്തിലും ഇദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ഹരിദ്വാറിൽ പകിടി കെട്ടി സിഖുകാർക്ക് വേണ്ടി പരിപ്പ് കറി ഉണ്ടാക്കി വിളമ്പിക്കൊടുക്കുകയും ചെയ്തു, സിഖുകാരുടെ വോട്ട് കിട്ടാൻ വേണ്ടി. ഇനി ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും സിഖുകാരോടും മാത്രമല്ല, ബുദ്ധനുമായി അമേദ്യമായ ബന്ധമുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഭയങ്കരമായ ബന്ധമുണ്ട് പോലും. ബുദ്ധനാണ് ഇയാൾ എന്ന് പറയാത്തത് ബുദ്ധന്റെ ഭാഗ്യം. നമുക്ക് भगवान बुद्ध के साथ मेरा एक और संबंध भी है, जिसमें अद्भुत संयोग भी है. ഇനി ഇത് മാത്രമല്ല, ക്രിസ്ത്യാനികളോട് വളരെ മുമ്പത്തെ വർഷം മുതൽ പരിചയമുണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. क्रिश्चियन कम्युनिटी के साथ तो मेरा संबंध तो नया नहीं है, बहुत पुराना बड़ा आत्मीय नाता रहा है. ഇനി എന്താണെന്ന് അറിയില്ല, ആദിവാസികൾക്ക് അങ്ങേറ്റം വോട്ട് കിട്ടിയെങ്കിലോ. അതുകൊണ്ട് ഈ പുള്ളി പറയുന്നത് എനിക്ക് ആദിവാസികളുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്, ഞാൻ ഏകദേശം കുറേ വർഷത്തോളം ആദിവാസികളൊപ്പം താമസിച്ചിട്ടുണ്ട് എന്ന്. അല്ല, ഞാൻ ഒരു കാര്യം ആലോചിക്കുകയാണ്, ഇയാളല്ലേ മുമ്പ് പറഞ്ഞ 40 വർഷത്തോളം ഭിക്ഷാന്തേഹിയായിട്ട് താമസിച്ചിട്ടുണ്ട് എന്ന്. ഏകദേശം കുറേ കാലത്തോളം മറ്റേ എന്തോ ചായക്കടയിൽ നിന്ന് എന്ന് പറയുന്നുണ്ട്. ഇനി ആദിവാസികളൊപ്പം ഇപ്പം ഇയാൾ എങ്ങനെയാണ് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എത്ര കാലം പാർട്ടി പ്രവർത്തിച്ചതെന്ന് എനിക്കറിയില്ല. ഇയാൾ എങ്ങനെ മന്ത്രിയായി എന്നുള്ളതും എനിക്ക് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഒന്നുകൊണ്ട് കമന്റ് ചെയ്യണേ, നിങ്ങൾക്ക് അറിയെങ്കിൽ. അല്ല, ഇത്രയും കാലം ഇയാൾ ഇതേപോലെയെല്ലാം ജീവിച്ച ആൾക്ക് ഈ പാർട്ടിയിലും സമൂഹത്തിന് വേണ്ടിയിട്ടെല്ലാം ജീവിക്കാൻ എവിടെയാ സമയം കിട്ടിയെന്ന് അറിയില്ലല്ലോ. നമുക്കിതൊന്ന് കാണാം. ഇനി പറയാന്ന് ബലിയകളുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് എന്ന്. ബലികളൊപ്പരും കുറെ കാലം താമസിച്ചിട്ടുണ്ടാവും അല്ലേ? ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ പറയുന്നു പഞ്ചാബുമായിട്ടും ബന്ധമുണ്ടെന്ന്. ഇനി ചൈനങ്ങാറ്റം വന്ന് ഇന്ത്യയിൽ വോട്ട് ചെയ്യുമോന്ന് അറിയില്ല, അങ്ങനെയാണോ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. ചൈനയായിട്ടും ബന്ധമുണ്ട് എന്നാ പറഞ്ഞിട്ടേ. എന്റെ അമ്പോ ആവൂല എന്റെ മച്ചാമാരെ. जिनके साथ मेरा निजी रूप से भी एक विशेष नाता है. ഒരിക്കൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വെച്ചിട്ട് മോദിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ മോദി അതിനെ എതിർത്ത്. അപ്പോൾ എന്ത് ചെയ്തു? രാഹുൽ ഗാന്ധി പറഞ്ഞു, എന്നാൽ തുറന്ന സംവാദത്തിന് തയ്യാറാണെങ്കിൽ വാ എന്ന് പറഞ്ഞു. മോദി സ്ക്രിപ്റ്റഡ് അല്ലാതെ, ഇയാൾ ഇതുവരെ ഒരു സ്ക്രിപ്റ്റഡ് അല്ലാതെ ഒരു ഇന്റർവ്യൂവും കൊടുത്തിട്ടില്ല, അത് വേറെ കാര്യം. അപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞു, ഓക്കെ നമ്മൾ തുറന്ന സംവാദത്തിന് വാ, നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. പക്ഷേ മോദി ഇതുവരെ അതിനൊരു മറുപടിയും കൊടുത്തിട്ടില്ല, തുറന്ന സംവാദത്തിന് വന്നിട്ടുമില്ല. മോദിക്ക് കിട്ടിയ ഏറ്റവും നല്ല ചാൻസ് ആയിരുന്നു മോദി എന്തൊക്കെ ഇന്ത്യയിൽ 10 വർഷം ഭരിച്ചപ്പോൾ ചെയ്തു എന്ന് കാണിക്കാൻ.
രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തിട്ടില്ല, രാഹുൽ ഗാന്ധിന്റെ കോൺഗ്രസ് പാർട്ടി ഒന്നും ചെയ്തിട്ടില്ല, ഞാനാണ് എല്ലാം ചെയ്തതെന്ന് കാണിക്കാൻ പറ്റിയ വലിയ ഒരു അവസരമായിരുന്നു അത്. അതുപോലും മോദി സ്വീകരിച്ചിട്ടില്ല. ഇനി പാർലമെന്റിൽ ഉണ്ടായ സംഭവം എന്താണെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. लोगों ने पूछा कि भैया राहुल जी बताइए, हिमाचल में सेब की बात होती है अदानी जी, कश्मीर में सेब की बात होती है अदानी जी, पोर्ट्स की बात होती है अदानी जी, एयरपोर्ट्स की बात होती है अदानी जी, इंफ्रास्ट्रक्चर, अच्छा हम सड़क पे चल रहे हैं, मैं पूछूं किसने बनाई? अदानी जी। सब जगह अदानी 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 अदानी। लोगों ने यह भी पूछा कि राहुल जी ये जो अदानी जी जो हैं, इनकी सफलता कैसे हुई? और सबसे जरूरी सवाल, इनका हिंदुस्तान के प्रधानमंत्री के साथ क्या रिश्ता है और कैसा रिश्ता है? ये देखिए रिश्ता, ഇതില് രാഹുൽ ഗാന്ധി കാണിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഏതോ വർഷങ്ങൾ പണ്ട് കാലത്ത് മോദിയും അദാനിയും തമ്മിലെടുത്ത ഫോട്ടോ ആണ് കാണിച്ചത്. അതിനുശേഷം അദാനിക്ക്, മോദീനെ സ്തുതിച്ചതിന് ശേഷം അദാനിക്ക് എന്താണ് പടിപടിയായിട്ടുള്ള ഉയർച്ചയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പോഴാണ് തുറന്ന സംവാദത്തിന് വിളിച്ചതും അയാൾ സമ്മതിക്കാണ്ടിരുന്നതും. ഇനി ഒന്ന് പറയാം, ഇനി ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ സൈക്കാട്രിസ്റ്റ് പുള്ളി മോദിയായിട്ട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ എന്ത് അതിക്രമവും ചെയ്യുന്നു കണ്ടപ്പോഴാണ് അയാൾ ഞെട്ടിപ്പോയത്. ഇതൊക്കെ കാരണം, ഇതെല്ലാം ഉദാഹരണ സഹിതമാണ് ഞാൻ കാണിച്ചു തന്നത്. ഇയാൾക്ക് സ്വാർത്ഥ താല്പര്യം മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കുക, അധികാരത്തിൽ ഇരിക്കുക, തൻ്റെ ഒപ്പരമുള്ളവരെയും കൂടെയുള്ളവരെയും താഴെയുള്ളവരെയും കുടുംബത്തെ എല്ലാവരും തൻ്റെ അടിമയാക്കി മാറ്റുക. ഇതാണ് ഇയാളുടെ ചിന്ത. ഇയാൾക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി ഇയാൾ നിലപാടുകൾ മാറ്റി മാറ്റി പറയാണ്. ഇനിയുമുണ്ട് കൂടുതൽ വീഡിയോസ് ഉണ്ട്. ഇതൊന്നും കാണിക്കാൻ എനിക്ക് വീഡിയോ കുറേ ലെങ്തി ആയി പോയി. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയും ഇതിന്റെ പാർട്ടുകൾ വേണമെങ്കിൽ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ, ഞാൻ ഇന്നും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങൾ ഒരു ഇന്ത്യനെ രക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യും. ഒരു 4 ആൾ കാണട്ടെ, മനസ്സിലാക്കട്ടെ എന്തൊക്കെയാ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.